ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. MRT വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ യൂട്യൂബിന്റെ പോളിസി ചേഞ്ച് ആയ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് തിയററ്റിക്കലി നമുക്ക് എങ്ങനെ ഒരു 4000 വാച്ച് അവർ കിട്ടാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറയുന്നത്. ഇത് തിയററ്റിക്കലി പ്രൂവഡ് ആണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനും കണ്ടാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഞാൻ പേഴ്സണലി ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് 1000 സബ്സ്ക്രൈബർ കിട്ടാം, എങ്ങനെ 4000 വാച്ച് അവർ പെട്ടെന്ന് കിട്ടാം എന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പേഴ്സണലി ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഒന്നിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. കുറെ അഡ്വൈസ് കിട്ടിയതെന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കിട്ടിയില്ല. ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു യൂട്യൂബറിന് ഒരുപാട് സംശയങ്ങളുണ്ടാവും. നമ്മൾ എത്ര വീഡിയോ ചെയ്യേണ്ടി വരും, എത്ര മിനിറ്റുള്ള വീഡിയോകളാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ടുകൾ യൂട്യൂബേഴ്സിനുണ്ടാവും. ഇപ്പം ഞാനൊരു ബിഗിനറായ യൂട്യൂബറാണ്. എനിക്ക് തോന്നിയ കുറേ ഡൗട്ടുകളിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ ഞാൻ പറ്റിക്കാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ നമുക്കൊരിക്കലും തിയററ്റിക്കലി നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയും അതിൻ്റെ കണ്ടന്റും അനുസരിച്ച് മാത്രമേ അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ 1 ലക്ഷം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോന് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിട്ടണമെന്നില്ലല്ലോ. അതുപോലെ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യത്തിൽ ഒരു പ്രഡിക്ഷൻ ഇല്ല. ഞാനിവിടെ പറയുന്നത് 4000 വാച്ച് അവറിന്റെ കാര്യത്തിലാണ്. എങ്ങനെ നമുക്ക് വാച്ച് അവർ കിട്ടാം എന്നുള്ള കാര്യത്തിലാണ് ഞാനിവിടെ പറയുന്നത്. നമ്മൾ ഇടുന്ന വീഡിയോസിന് ഒരു മിനിമം എമൗണ്ട് വ്യൂസ് കിട്ടും. അതായത് ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ആ അയച്ചു കൊടുക്കുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം പേരും വീഡിയോ കാണും. അതിൽ കുറച്ച് പേര് മുഴുവനും ഇരുന്ന് കാണും. ആ മുഴുവനും ഇരുന്ന് കാണുന്നവരെ നമുക്ക് റിയൽ ടൈം വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഒറിജിനൽ വ്യൂവേഴ്സ് എന്ന് വിളിക്കാം. ഇവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ യൂട്യൂബ് പ്രിഫർ ചെയ്യണത് 10 മിനിറ്റ് ലോങ് ഉള്ള വീഡിയോസാണ്. ഏകദേശം 10 മിനിറ്റും 10 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസൊക്കെയാണ് യൂട്യൂബ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം 4000 മണിക്കൂർ എന്ന് പറയുന്നത് 2,40,000 മിനിറ്റാണ്. അപ്പം നമ്മൾ പറഞ്ഞു യൂട്യൂബ് പ്രിഫർ ചെയ്യുന്നത് 10 മിനിറ്റ് ലോങ് ഉള്ള വീഡിയോസാണ്. പിന്നെ നമ്മൾ നമ്മുടെ 4000 വാച്ച് അവർ എന്നുള്ളത് നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 2,40,000 മിനിറ്റായി. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇടുന്ന വീഡിയോസിന് ഒറിജിനൽ വ്യൂസ് അല്ലെങ്കിൽ റിയൽ ടൈം വ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഈ 3 സംഭവങ്ങളും കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ തിയറി നമ്മൾ ചെയ്യാൻ പോകുന്നത്. തിയറി ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക്കലി 2 തിയറിയാണ് ഞാനിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക്. ഫസ്റ്റ് തിയറി എന്ന് പറയുന്നത് വ്യൂസ് ബേസ് ചെയ്താണ്. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ഇടുന്ന മിനിറ്റുകൾ ബേസ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ഓവറും ഉണ്ടെങ്കിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുന്നത്. അതിൽ 4000 മണിക്കൂറിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ 4000 മണിക്കൂർ തികയ്ക്കേണ്ടത് 365 ദിവസം കൊണ്ടാണ്. അതായത് നമ്മളൊരു വീഡിയോ ഇട്ട് ആ വീഡിയോ 365ാമത്തെ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ബാക്കോട്ടുള്ള ഒരു സ്റ്റഡി യൂട്യൂബ് നടത്തും. അപ്പം ബാക്കോട്ട് ഒരു സ്റ്റഡി നടത്തുമ്പോൾ ആ വീഡിയോന് 2,40,000 മിനിറ്റ് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് 4000 വാച്ച് അവർ ലിസ്റ്റിൽ പെടും. അത് ഒരു വീഡിയോ അല്ല, പല വീഡിയോസിൽ നിന്നുമാണ് യൂട്യൂബ് ഇത് നോക്കുന്നത്. അതായത് നമ്മൾ എത്ര വീഡിയോ ഇട്ടാലും ഓരോ 365 ദിവസം കഴിയുമ്പോഴും യൂട്യൂബ് അത് ബാക്കോട്ട് ഒരു സ്റ്റഡി നടത്തും. ആ 365 ദിവസത്തിൽ ഈ ചാനലിന് 4000 വാച്ച് അവർ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് നമുക്കത് ആ 4000 വാച്ച് അവറും പിന്നെ 1000 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ തിയറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ തിയറി വ്യൂ ബേസ് ചെയ്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് ലോങ് ഉള്ള വീഡിയോസ് നമ്മൾ ചെയ്യുകയാണ്. ഒരേ ഒരു വ്യൂവേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക എല്ലാ വീഡിയോസിനും. എങ്കിൽ നമ്മൾ 4000 വാച്ച് അവർ ഹിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 24,000 വീഡിയോ ചെയ്യേണ്ടി വരും. അത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വ്യൂസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. വ്യൂസ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളൊരു 10 വ്യൂസാണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. 10 മിനിറ്റുള്ള വീഡിയോസ്
നമ്മൾ ഇടുകയാണ്. എല്ലാ വീഡിയോസിനും 10 വ്യൂസ് വെച്ച് കിട്ടുകയാണ് എങ്കിൽ 4000 വാച്ച് അവർ തേക്കണമെങ്കിൽ എത്ര ഇടേണ്ടി വരും? 2400 വീഡിയോ ഇടേണ്ടി വരും. അതും പോസിബിൾ അല്ല. പോസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 100 വ്യൂസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര ചെയ്യേണ്ടി വരും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 വ്യൂസ് വരുമ്പോൾ 240 വീഡിയോസ് ചെയ്താൽ മതി. ഇപ്പം ആ കാൽക്കുലേഷൻസ് വെച്ചുകൊണ്ട് ഞാനൊരു ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഇവിടെ സൈഡിൽ ഞാൻ എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ചാർട്ട് കാണാൻ സാധിക്കും. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ 240ാമത്തെ വീഡിയോ, അതായത് 240 വീഡിയോസ് ഇടേണ്ടത് 100 വ്യൂസ് നമുക്ക് കിട്ടുമ്പോഴാണ്. അപ്പം ആ വ്യൂസ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ്യൂസ് ഇൻക്രീസ് ആകും തോറും നമുക്ക് വീഡിയോസ് അത്രയും കുറച്ചിട്ടാൽ മതി. അതാണ് ഇപ്പോൾ ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ചാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് നോക്കാം. ഫസ്റ്റ് തിയറിയുടെ ചാർട്ട് നിങ്ങൾ കണ്ടു. അത് ബേസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ 100 വ്യൂസ് എന്ന് പറയുന്നത് എല്ലാ വീഡിയോസിനും കിട്ടണമെന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല. അപ്പം അത് കിട്ടാനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടന്റ് ബെറ്റർ ആക്കുക, നമ്മുടെ തംബ്നെയിൽസ് നമ്മൾ ക്ലിക്കബിൾ ആക്കുക. അതായത് ഒരാൾ കണ്ടാൽ അത് ക്ലിക്ക് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കണം, അയാൾക്ക് അട്രാക്റ്റീവ് ആയിരിക്കണം തംബ്നെയിൽസ് ഒക്കെ. അങ്ങനെയൊക്കെ ആക്കിയാൽ നമുക്ക് 100 വ്യൂസൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എന്നെ പോലത്തെ ഒരു ബിഗിനറിന് എനിക്ക് 100 വ്യൂസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വീഡിയോസിനൊക്കെ ഒരു 100 വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് അത് സാധിക്കുന്നതാണ്. അത് ഇമ്പോസിബിൾ ഒന്നുമല്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ടൈറ്റിൽ ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് പേര് മലയാളത്തിലൊക്കെ ടൈറ്റിൽ ഇടാറുണ്ട്. അപ്പോൾ ബിഗിനറായിട്ടുള്ള യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ടൈറ്റിൽ ഇടാതിരിക്കുക, കഴിയുന്നതും ഇംഗ്ലീഷിൽ ടൈറ്റിൽ ഇടുക. കാരണം യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് കൂടുതലും ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിലെ ആൾക്കാർ സെർച്ച് ചെയ്ത് നോക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ കണ്ടന്റ് സെർച്ചബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ടൈറ്റിൽ പ്രിസൈസ് ആയിട്ടുള്ള ടൈറ്റിലായിരിക്കണം. അതും നമ്മുടെ വ്യൂസ് കൂട്ടാൻ സഹായിക്കും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ 250 വീഡിയോസ് നമ്മൾ 365 ദിവസത്തിൽ ഇടണം എന്ന് പറഞ്ഞു. അതിന് 100 വ്യൂസും കിട്ടണം എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഈ 100 വ്യൂസ് എന്ന് പറയുന്നത് ഓരോ വീഡിയോയിലും 100 വ്യൂസാണ്. അതായത് ഏകദേശം ഒരു വീഡിയോയിന് 16.5 മണിക്കൂർ ആൾക്കാർ കാണണം. അതായത് 100 പേരും 16.5 മണിക്കൂർ നമ്മളിടുന്ന 240 വീഡിയോസും കണ്ടാലേ അത് 4000 മണിക്കൂറാകുള്ളൂ. നമ്മളപ്പോൾ 365 ദിവസത്തിൽ 240 വീഡിയോ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 365 ദിവസത്തിൽ 240 വീഡിയോ എന്ന് പറയുമ്പോൾ 125 ദിവസം നമുക്ക് ഫ്രീ കിട്ടും. ആ 125 ദിവസം കൊണ്ട് നമ്മുടെ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഈ 125 ദിവസം ഉപയോഗിച്ച് നമുക്ക് വ്യൂസ് ഇൻക്രീസ് ചെയ്തെടുക്കാനുള്ള ഒരു മാർഗമുണ്ട്. ഇനിയിപ്പോൾ 100 വ്യൂസും നിങ്ങൾക്ക് കിട്ടാൻ പറ്റില്ല എന്നാണ് എങ്കിൽ പിന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂസ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കുറക്കേണ്ടി വരും. അപ്പോൾ വ്യൂസ് കുറക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീഡിയോയുടെ എണ്ണം കൂട്ടണം. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ എണ്ണം കൂട്ടുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് നിങ്ങളൊരു ഡെയിലി വ്ളോഗറായി മാറുക എന്നതാണ്. അതായത് 365 ദിവസവും 365 വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന ഒരു ഡെയിലി വ്ളോഗറാകുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ രണ്ടാമത്തെ തിയറി നമുക്ക് നോക്കാം. അതെന്ന് പറയുമ്പോൾ 100 വ്യൂസിൽ നിന്ന് നമ്മൾ 66 വ്യൂസിലേക്ക് എത്തി. അതായത് 365 ദിവസവും 365 വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈച്ച് വീഡിയോന് 66 വ്യൂസ് കിട്ടിയാൽ മതി. അപ്പം അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാർട്ടാണ് ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത്. അതിലെന്ന് പറയുമ്പോൾ നമ്മൾ ടൈം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതൊരു പോയിന്റാണ്. കാരണം നമ്മൾ 365 ദിവസവും നമ്മൾ വീഡിയോ ഇടുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇടുന്ന വീഡിയോയുടെ ടൈമുകൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് വ്യൂസ് മതി.
അത് ബേസ് ചെയ്തുകൊണ്ടുള്ള രണ്ടാമത്തെ കാൽക്കുലേഷൻ ടേബിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് സൈഡിൽ കാണാം, കണ്ടില്ലേ? ഈ ടേബിൾ അനുസരിച്ച് നമുക്ക് എത്രത്തോളം നമ്മളിടുന്ന വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നോ അത്രത്തോളം നമുക്ക് കുറച്ച് വ്യൂസ് മതി. ഇത് ഒറിജിനൽ വ്യൂസിനെ ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, 1 മിനിറ്റ് 2 മിനിറ്റിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. 1 മിനിറ്റ് 365 ദിവസവും വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഓരോ മിനിറ്റിന്റെ വീഡിയോനും വെറും 658 വ്യൂസ് മതി. അതനുസരിച്ച് നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മിനിറ്റ് കൂടുന്തോറും നമുക്ക് എത്ര വ്യൂസ് വേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു രണ്ടാമത്തെ തിയറി ചാർട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും സ്റ്റഡി ഞാൻ നടത്തിയതിൽ നിന്നും എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു ഷോർട്ടർ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളുകളിലേക്ക് കൂടുതൽ റീച്ച് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മുടെ കണ്ടന്റ് ബെറ്റർ ആണ്, നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ആൾക്കാർ കാണും എന്നാണെങ്കിൽ നിങ്ങൾ എത്ര ലോങ്ങർ വീഡിയോ ആണെന്നുണ്ടെങ്കിലും അത് ഇടേണ്ട രീതികളും എത്രത്തോളം വീഡിയോസ് അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതിന്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഈ കാണിച്ച തിയറി ഒക്കെ വെറും തിയറി മാത്രമാണ്. ഇത് പ്രാക്ടിക്കലി ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളൊരു യൂട്യൂബ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രാക്ടിക്കലി ചെയ്ത് നോക്കൂ. ഞാൻ ഇത് പ്രാക്ടിക്കലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടിക്കലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും 4000 വാച്ച് അവർ തികക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.